വരികയായിരുന്നു പാകിസ്ഥാൻ. ഭീകരപ്രവർത്തനങ്ങൾ 26 പേരുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ അരാജകത്തിലേക്ക് കടത്തിവിടാൻ വേണ്ടി പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെതായ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ട് രാജ്യം നമ്മളുടെ ഓരോ പൗരന്മാരുടെയും ജീവനും സ്വത്തിനും സംരക്ഷിച്ചുകൊണ്ട് തന്നെ അതിന് തിരിച്ച് മറുപടി കൊടുക്കുകയുണ്ടായി. എങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗമനത്തിന് ഇന്ന് നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ഓരോ പൗരന്മാരും രാജ്യത്തിന്റെ ഒപ്പമായിരിക്കണമെന്ന് ഈ അവസരത്തിൽ സന്ദേശമായി പറഞ്ഞുകൊണ്ട് നമ്മളെ എല്ലാവരും രാജ്യത്തെ ഒറ്റ മക്കളായി തന്നെ ജീവിച്ചുകൊണ്ട് രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വ്യാപാരി വ്യവസായിയുടെ എല്ലാ സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ നൽകുവാനായിട്ട് ദേശീയ പ്രതിജ്ഞ പറയുവാനായിട്ട് നമ്മുടെ യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അരികുമാർ അംബികയെ സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ എന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മുടെ ഈ യോഗത്തിൽ സന്ദേശം നൽകുവാനായിട്ട് ഏറെ ബഹുമാനപ്പെട്ട CC സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ചന്ദ്രശേഖർ സാറെ ആദരവോടും ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വ്യാപാര വ്യവസായ സമിതിയുടെ വാനൂർ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ചന്ദ്രൻ സാറ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ഭരണസമിതി അംഗങ്ങളെ, വ്യാപാര വ്യവസായ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ത്യയുടെ 49ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് ഒന്ന് കടന്നു പോകേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങൾ ഇന്നത്തെ 200 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ നടന്നിരുന്നത് എന്താണ്, എങ്ങനെയാണ് ഈ നിലയിലേക്ക് നമ്മൾ എത്തിക്കാൻ സാധിച്ചത് എന്ന് എപ്പോഴും നമ്മൾ മനസ്സിൽ ഓർമ്മ വേണ്ടതാണ്. കാരണം ഇന്ന് ചെയ്ത ത്യാഗം 1857 സിപായി മംഗൾ പാണ്ഡെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രക്തസാക്ഷിയാണ്. ഒരു പട്ടാളക്കാരൻ, സാധാരണ സിപായി, ഇന്ത്യക്കെതിരെ ബ്രിട്ടീഷുകാർ നടത്തുന്ന അനീതിക്കെതിരെ ആദ്യമേ തോക്കെടുത്ത് വെടിവെച്ച ആളാണ് സിപായി മംഗൾ പാണ്ഡെ.